എന്താ പറയാ, രേണുവിനെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാടല്ല, എന്നെ കൊണ്ടാവുന്നത്. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, സിംഗിൾ മദർ എപ്പോഴും ചോദിച്ചില്ല എങ്ങനെ ജീവിക്കുന്നു, എവിടെ പോകുന്നു, എങ്ങാട് ചെയ്യുന്നു, എന്ത് കൊടുക്കുന്നു, എല്ലാ ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. തനിച്ചാവണത് ഭയങ്കര ഫീലിങ്സാണ്, മനസ്സിലായല്ലേ? ഇപ്പോൾ അച്ഛനും ഇല്ലാത്ത അമ്മയും ഇല്ലാത്തൊരു കുട്ടിയും കൂടി ഉണ്ട് അല്ലേ? ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ വേറെ രീതിയിലും ചോദ്യം ചെയ്യപ്പെടും. രേണുസുദിനെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വിളിച്ചതിൽ എനിക്ക് സത്യം ഇട്ടതേ ഞാൻ ഉണ്ടായിരുന്നു, നല്ല ഡിഡി ജനവനാ. പക്ഷെ എന്താണെന്നറിയോ, അവരുടെയൊക്കെ കൾച്ചർ അതാണ്. ഇപ്പോൾ അവൻ പാട്ട് പാടുന്നു, സരസ്വതി ഇവിടെ നാവിൻ തുമ്പത്തിരിക്കുന്ന ആളാണ്. പക്ഷെ ആ നാവിൻ തുമ്പിൽ തന്നെ ഇങ്ങനൊരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ശബ്ദം തന്നെ തീരുമാനിക്കട്ടെ അവനുള്ള ഉത്തരം, അല്ലേ? നമ്മളിവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അകത്ത് ഇറങ്ങുന്ന കാര്യങ്ങൾ മാറോ? ഇല്ല. ശബ്ദം എന്ന് പറയുന്നത് അവൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ ദൈവം തന്നതാണ്. ആ ദൈവം തീരുമാനിക്കും ഒരു പെണ്ണിനെ അവൻ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം തീരുമാനിക്കും ഇനി അവൻ്റെ ഭാവി എന്താണെന്ന് ഏകദേശം തീരുമാനമായി കഴിഞ്ഞു, അല്ലേ? ഇനി അതിനെക്കുറിച്ച് സംസാരിച്ചാറുണ്ടോ? പൊതുജനം കണ്ടു കഴിഞ്ഞു, ഇത്രയും കോടി ജനങ്ങൾ കണ്ടു കഴിഞ്ഞു.